ഹായ്, അങ്ങനെ നമ്മുടെ +2 റിസൾട്ട് ഒക്കെ വന്നു. ഈ ഒരു വീഡിയോയിൽ ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിനുള്ള എഡ്യൂക്കേഷണൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് വളരെ ബ്രീഫ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ BA ഡിഗ്രി കോഴ്സസ് ആണ്. അത് പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, ജോഗ്രഫി പോലുള്ള സബ്ജക്റ്റുകളിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക്, മലയാളം പോലുള്ള ലാംഗ്വേജസ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ കുറച്ചും കൂടി വെറൈറ്റി പവർഫുൾ ആയിട്ടുള്ള BA സൈക്കോളജി, BA ജേർണലിസം ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ, BA സോഷ്യൽ വർക്ക്, BA ഇൻ ഫോറിൻ ലാംഗ്വേജസ്, അതായത് ജർമ്മൻ, ഫ്രഞ്ച്, ചൈനീസ്, ജപ്പാൻ പോലുള്ള ലാംഗ്വേജസിൽ ഡിഗ്രി എടുക്കാം. നല്ല പവർഫുൾ ഡിഗ്രി ആട്ടോ ഈ ഫോറിൻ ലാംഗ്വേജ്. ഹയർ എഡ്യൂക്കേഷനും നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവയൊക്കെ നമുക്ക് ഇന്ത്യയിലത്തെ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തുടങ്ങി കേരളത്തിലുള്ള കാലിക്കറ്റ്, കണ്ണൂർ, കേരള പോലുള്ള യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള കോളേജുകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് നല്ലൊരു ഓപ്ഷൻ LLB കോഴ്സസ് ആണ്. 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLB കോഴ്സസ് +2 ശേഷം ചെയ്യാവുന്നതാണ്. അതിന് കേരളത്തിൽ ഒരു CLE എന്ന് പറഞ്ഞ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. പിന്നെ BCom, BBA, BBM പോലുള്ള കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി കോഴ്സസും ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിന് ചെയ്യാട്ടോ. അതുപോലെ ബാച്ചിലർ ഇൻ ഈവന്റ് മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റ്, ഇതൊക്കെ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനും ചെയ്യാവുന്നതാണ്. ഇനി മീഡിയ കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റീവ് ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, അഡ്വർടൈസിംഗ്, ഫിലിം സ്റ്റഡീസ്, അനിമേഷൻ, ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സസ് ഒക്കെ ചെയ്യാം. അത് ഡിഗ്രി കോഴ്സസ് ആയിട്ടോ അല്ലെങ്കിൽ ഡിപ്ലോമ പോലുള്ള കോഴ്സസ് ആയിട്ടോ ചെയ്യാം. ഡിഗ്രി ആണെങ്കിൽ BA മൾട്ടിമീഡിയ പോലുള്ള കോഴ്സസ് ഉണ്ട്. ഇനി ഡിസൈൻ ആൻഡ് ഫൈൻ ആർട്സ് ഫീൽഡിൽ ബാച്ചലർ ഓഫ് ഡിസൈൻ, ഫാഷൻ ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ്, അനിമേഷൻ, ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ്, ഇതൊക്കെ ഹ്യൂമാനിറ്റീസിലേക്കുള്ള നല്ല ഓപ്ഷൻസ് ആണ്. ഇനി അതല്ല ഡിഗ്രി ഒന്നും വേണ്ട, ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഓപ്ഷൻസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ്, നല്ലൊരു കരിയർ ആണ് ലോജിസ്റ്റിക്സ്, ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി, മൾട്ടിമീഡിയ ആൻഡ് അനിമേഷൻ, ഫോട്ടോഗ്രാഫി, UI UX ഡിസൈൻ. ഇനി അതല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജിലൊക്കെ ഒരു ഡിപ്ലോമ കോഴ്സസ് ഉണ്ടാവും. 6 മാസം 1 ഇയറിന്റെ ഒക്കെ ഡിപ്ലോമ കോഴ്സസ് ഉണ്ടാവും. ഇതെല്ലാം നല്ല ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അത് എല്ലാം മാക്സിമം ആദ്യം ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഏതാണ് എന്നുള്ളത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും നമ്മുടെ ഇൻട്രസ്റ്റും സ്കില്ലും ഒക്കെ ബേസ് ചെയ്തിട്ട് ചൂസ് ചെയ്ത് അതിന്റെ തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കാം. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ഒരു +2 കഴിഞ്ഞ് ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എടുക്കുന്നതോടുകൂടി സ്വന്തമായിട്ട് തന്നെ വരുമാനം കണ്ടെത്തിയിട്ട് നിങ്ങളുടെ പഠനത്തിലുള്ള ചെലവുകൾ കണ്ടെത്താൻ ശ്രമിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് പോലുള്ള എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രിയുടെ സമയത്ത് ഒരുപാട് വർഷങ്ങൾ, 2-3 വർഷം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. കാരണം കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ നമ്മുടെ പഠനത്തിനുള്ള പൈസയെങ്കിലും സ്വന്തമായിട്ട് കണ്ടെത്തുകയോ സിവിൽ സർവീസ് പോലുള്ള ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.